ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ഒരു കാർഡ്ബോർഡും എയർഡ്രൈ ക്ലേയും പിന്നെ കുറച്ച് പെയിൻറ്റും യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ കാർഡ്ബോർഡിന് പകരം കേക്ക് ബോർഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അതെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ബേസ് കോട്ട് പോലെ വൈറ്റ് ആക്രിലിക് പെയിൻ്റാണ് ഇപ്പോൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു സ്പോഞ്ച് യൂസ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്പോഞ്ചോ അല്ലെങ്കിൽ ബ്രഷോ യൂസ് ചെയ്യാം. ഒരു കോട്ട് കൊടുത്താൽ മതി, ഒരു ബേസ് കോട്ട് പോലെ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക കേട്ടോ. അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഡാർക്ക് ബ്ലൂ ആണ് കൊടുക്കുന്നത്. അതും ഇതേപോലെ തന്നെ സ്പോഞ്ച് യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ പകുതി ആയപ്പോഴേക്കും എൻ്റെ ആ പെയിൻറ്റ് തീർന്നു പോയി. അപ്പോൾ ഞാൻ ഏറ്റവും മുകളിൽ ഒരു നൈറ്റ് എഫക്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഏറ്റവും മുകളിൽ കുറച്ച് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഞാൻ വിചാരിച്ചു നേവി ബ്ലൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കൊടുത്തു. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല. ഇതേപോലെയാണ് വന്നത്. അപ്പോൾ ശരിക്കും ഒരു നൈറ്റ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നില്ലല്ലോ. ഞാനിവിടെ പെയിൻറ്റ് അന്വേഷിച്ചപ്പോൾ ചേട്ടൻ്റെ മോളുടെ കയ്യിൽ സെയിം ആ കളർ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അതിൽ കുറച്ച് നമ്മൾ വൈറ്റ് പെയിൻറ്റും കൂടി ആഡ് ചെയ്തിട്ട് ആ ഒരു ഷെയ്ഡാണ് ഏറ്റവും താഴെയായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ 3 ഷെയ്ഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം കുറച്ചൊരു ബ്ലാക്ക് കൊടുക്കുക, അതിന് താഴെയായിട്ട് ഡാർക്ക് ബ്ലൂ, ഏറ്റവും താഴെയായിട്ട് ആ ഡാർക്ക് ബ്ലൂവിൽ തന്നെ കുറച്ചൊരു വൈറ്റ് കളർ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഷെയ്ഡ് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ 3 ഷെയ്ഡാണ് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കി ഒരു സീനറി പോലെ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ സ്ട്രീറ്റ് ലാമ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനവിടെ ജസ്റ്റ് പെൻസിൽ കൊണ്ടൊന്ന് വരച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ ക്ലേ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ലാമ്പ് ഉണ്ടാക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലേ ഇല്ലെങ്കിൽ ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്ത് വരച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നൈഫൊക്കെ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു ലാമ്പിൻ്റെ ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. നമ്മൾ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ ലാമ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എനിക്ക് ഏകദേശം വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് മതിൽ പോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്, കമ്പിയുടെ മതിലല്ലേ, അത് ആ ഒരു ഷേപ്പിൽ വരച്ചിട്ടുണ്ട്. ബ്ലാക്ക് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഏറ്റവും മുകളിലായിട്ട് കുറച്ച് മരച്ചിലകൾ പോലെ ഞാൻ വരച്ചിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ക്ലേ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഒരു 3D എഫക്റ്റിന് നല്ലതാണല്ലോ. അപ്പം ഞാൻ അവിടെയും അത് ക്ലേ യൂസ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കുകയാണ്. കുറച്ച് മരച്ചില്ലകളും പിന്നെ അതിൻ്റെ ഇലകളും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ മോനെയുള്ള പ്ലക്കറോ സൂചിയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മരത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ക്രാഫ്റ്റ് പിക്ചേഴ്സൊക്കെ അതിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും.
അങ്ങനെ നമ്മൾ ക്ലേ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്ട്രീറ്റ് ലാമ്പ് ഒരു മരച്ചില്ല സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ക്ലേ ബാക്കി വന്നപ്പോൾ ഒരു മൂണിനെ ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ ക്ലേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് വേണം. നിങ്ങൾ ഈ സ്റ്റോൺ ആർട്ടൊക്കെ കണ്ടിട്ടില്ലേ, സ്റ്റോണിൽ ബേർഡ്സിനൊക്കെ വരച്ചിട്ട്, അപ്പോൾ അതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ബേർഡ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു ഷേപ്പിലുള്ള സ്റ്റോൺ ഇല്ലാത്ത കാരണം ഞാനത് ക്ലേ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിൽ ജസ്റ്റ് ക്ലേ ഒന്ന് പരത്തിയെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം ചെറുതും ഒരെണ്ണം കുറച്ചതിനേക്കാളും വലുത് എന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടെണ്ണം നമ്മൾ ഇവിടെ ഒട്ടിക്കുകയാണ്. ഇനി ക്ലേ എല്ലാം നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ യൂസ് ചെയ്ത പെയിൻറ്റിൻ്റെ ഷെയ്ഡെല്ലാം സൈഡിലായിട്ട് എഴുതി കാണിക്കാം കേട്ടോ.
അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു നൈറ്റ് സീനാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കുറച്ച് കുഴപ്പങ്ങളും പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനിതിൽ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, നമ്മളും അങ്ങനെ ഓരോ വീഡിയോസൊക്കെ കണ്ടാണ് പഠിക്കുന്നത്. പക്ഷേ ഇത് വേറെ ഒന്നിന്ന് കോപ്പി അടിച്ചതൊന്നുമല്ല കേട്ടോ. ഇതുപോലത്തെ നൈറ്റ് സീനൊന്നും യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ട് അതിലെൻ്റേതായ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് പെയിൻ്റ് എല്ലാം ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഒരു കോട്ട് ക്ലിയർ വാർണിഷും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഇത് കേടുകൂടാതെ ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇത് ചെയ്തെടുക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ്. ഒരു കപ്പിൾ ഗിഫ്റ്റ് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെയുണ്ട്. അപ്പോൾ എല്ലാവരും ക്രാഫ്റ്റൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പിക്ചേഴ്സൊക്കെ അയച്ചു തരണം. അപ്പോൾ ഞാൻ എല്ലാവർക്കും റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട്, മാക്സിമം കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്ന ടൈം ഉച്ചയ്ക്ക് 2 മണിക്കാണ്. പിന്നെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നേരം വൈകുന്നത്. മാക്സിമം ഉച്ചയ്ക്ക് 2 മണിക്ക്. അത് ആഴ്ചയിൽ 2 ദിവസമാണ്, തിങ്കളും വെള്ളിയും കേട്ടോ. പിന്നെ അതിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റായിട്ട് ഇടാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി അടുത്തൊരു ദിവസം മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.